ഹായ് നമസ്കാരം. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ നിൽക്കുന്ന നമ്മളെ കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാടുള്ള മൻസൂർ ഹോസ്പിറ്റലിന്റെ അവിടെ 1.5 കിലോമീറ്റർ മാത്രം മാറിയിട്ട് മാണിക്കോത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ. ഇവിടെ താക്കണം ഈ കാണുന്ന ഒരു 5 സെന്റ് സ്ഥലം, അതിനകത്ത് താക്കണം ഈ കാണുന്ന ഒരു 1200 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂമൊക്കെ ഉള്ള ഒരു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോണ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീട് സ്ഥല പ്രോപ്പർട്ടി എന്തെങ്കിലും സെയിൽ ചെയ്യാണ്ടെങ്കിൽ താഴേക്കാണ് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു വീടിന്റെ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നിങ്ങളുടെ വരാനുള്ള വഴി സൗകര്യം പറഞ്ഞിട്ടോ. ഇതാ കാണുന്നത് നമ്മളെ മെയിൻ ഹൈവേ ആണ്. അതായത് കാഞ്ഞങ്ങാർന്ന് ബേക്കൽ വഴി കാസർഗോഡ് പോണ മെയിൻ റോഡാണ് ആ കാണുന്നത്. അവിടെ നിങ്ങോട്ട് ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാക്കണം നമുക്ക് അടുത്തൊക്കെ ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ്. നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള പ്രദേശമൊക്കെയാണ് കേട്ടോ. പിന്നെ നമുക്ക് നമ്മൾ പ്ലോട്ടിലോട്ട് ഇനിയിപ്പോ കാറോ ജീപ്പൊക്കെ ആയിട്ട് വരാണ്ടെങ്കിൽ നമുക്ക് കാറും ജീപ്പൊക്കെ അവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം ഉള്ളൂ. കാരണം സ്കൂട്ടി വരാനുള്ള വഴി സൗകര്യമുള്ളൂ നമുക്ക് പ്ലോട്ടിലോട്ടുള്ളത് കേട്ടോ. നമ്മുടെ സ്ഥലം വരുന്നത് ഇവിടെ തന്നെയാണ് ഈ നോക്കിയാൽ കാണുന്ന ദൂരത്ത്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. നമ്മൾ ഈ സ്ഥലത്തിന്റെ പഞ്ചായത്ത് വരുന്നത് അജാനൂർ പഞ്ചായത്താണ് കേട്ടോ. ഇനി ഇങ്ങോട്ട് വരും നമുക്ക് പറമ്പിനകത്തോട്ട് പോയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. നമ്മൾ കാസർഗോഡ് നിന്നൊക്കെ വരാന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു 24 കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ. നമുക്ക് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാഞ്ഞങ്ങാടാണുള്ളത്. ഇത് കണ്ടില്ല, ഇഷ്ടംപോലെ വീടുകളുണ്ട് അയൽവാസികളൊക്കെ ആയിട്ട്. ഒരുപാട് വീടുകളുള്ള ഒരു ഏരിയ തന്നെയാണ്. ഈ കാണുന്നത് തന്നെയാണ് നമ്മളെ സ്ഥലം. ചുറ്റുഭാഗം ഇതേപോലെ മതിലെല്ലാം കെട്ടി ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടേക്കുന്ന സ്ഥലമാണ്. മൊത്തം 5 സെന്റ് സ്ഥലമാണ് വരുന്നത് കേട്ടോ. അതിനകത്ത് ഈ കാണുന്ന വീട് 1200 സ്ക്വയർ ഫീറ്റിലുള്ള വീടാണ്. മൊത്തം 2 ബെഡ്റൂം ഒക്കെ ആയിട്ടുള്ള വീട്. ഇനി നമുക്ക് വീടൊന്ന് കാണാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ സ്ഥലം ഒന്ന് ചുറ്റുഭാഗം കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് വീട് കാണട്ടോ. അപ്പൊ ഇങ്ങോട്ട് വരും. നമുക്ക് നമ്മളെ പറമ്പിലെ വെള്ളത്തിന്റെ സൗകര്യത്തിന് നമുക്ക് ബോർവെല്ലാണുള്ളത്. വെള്ളമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ബോർവെല്ലാണുള്ളത് കേട്ടോ. പിന്നെ അവിടെ ഒരു പ്ലാവ് ഉണ്ട്, അതുപോലെ ഒരു മാവ് ഉണ്ട്. ഇനി നമുക്ക് ആ ഒരു സൈഡ് ഒന്ന് കാണാം. ഇങ്ങോട്ട് പോവാ. ചുറ്റുഭാഗം കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീടിന്റെ ഉൾവശം കാണാൻ പോവാട്ടോ. ഈ സൈഡിലോട്ടും വീടുകളുണ്ട്. 4 ഭാഗത്തേക്കും വീടുകളുണ്ട് കേട്ടോ. ചുറ്റുഭാഗത്തും വീടുകളാണ്. ഇത് കണ്ടില്ല, ഈ സൈഡിലോട്ടൊക്കെ വേണമെങ്കിൽ ഇനിയിപ്പോ ചെടികളോ പച്ചക്കറികളോ ഒക്കെ നടാനുള്ള ആ സൗകര്യം ഈ ഭാഗത്തേക്ക് ഉണ്ട്. ഇഷ്ടംപോലെ സ്ഥലമൊക്കെ ഉണ്ട് ഈ ഭാഗത്തേക്ക് കേട്ടോ. ഇനിയിപ്പോ നമ്മള് ബാക്ക് സൈഡിലോട്ട് വരാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഈ ഭാഗത്തേക്കും ഇഷ്ടംപോലെ വീടുകളുണ്ട്. അതുപോലെ ചുറ്റുഭാഗം ഇതേപോലെ മതിലെല്ലാം കെട്ടി ബൗണ്ടറി തിരിച്ചിട്ടേക്കുന്നതാണ്. ഇനി ഇങ്ങോട്ട് വാ, ഈ ഭാഗത്തോട്ട് പോയി ഒന്ന് കാണിച്ചു തരാം. ഇങ്ങോട്ട് വരാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അലക്കാനൊക്കെ ഉള്ളൊരു അലക്കുകല്ലെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെ 2 തെങ്ങെല്ലാം ഉണ്ട്. കായ്ക്കുന്ന 2 തെങ്ങെല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ല കായ പിടിക്കണം കേട്ടോ. അപ്പൊ നമ്മള് പറമ്പിന്റെ ചുറ്റുഭാഗം ഏകദേശം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങള് ഇനി നമുക്ക് വീടിന്റെ ഉൾവശം കൂടി ഒന്ന് പോയി നോക്കാം. അപ്പൊ ഇനി നമുക്ക് വീടിന്റെ ഉൾവശമൊക്കെ ഒന്ന് കണ്ടുനോക്കിയാലോ. അപ്പൊ ആദ്യം തന്നെ സിറ്റ് ഔട്ട് ഫുൾ ഓപ്പൺ സിറ്റ് ഔട്ട് ആണ് കേട്ടോ. അത്യാവശ്യം വലിയ സിറ്റ് ഔട്ട് ആണ്. നല്ല നീളൻ വരാന്ത പോലത്തെ ഓപ്പൺ സിറ്റ് ഔട്ട് ആണ്. നിലമൊക്കെ നല്ല കളറുള്ള ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. കണ്ടില്ല, നല്ല രസമുള്ള ഒരു വൈറ്റ് കളറിലുള്ള ഒരു ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഇതിന്റെ ഭിത്തിയിലെല്ലാം ഫുള്ള് ടൈൽ ഒട്ടിച്ചിട്ടുള്ളതാണ്. എന്തെങ്കിലും ചെളിയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ തുടച്ച് വൃത്തിയാക്കി എടുക്കാനൊക്കെ സുഖമാണ് കേട്ടോ. അതുപോലെ ഫ്രണ്ട് ഡോറ് കണ്ടില്ല, ഇതൊക്കെ ഫുള്ള് മരത്തിന്റെ. ജനല് വാതില് കട്ടില എല്ലാ സാധനങ്ങളും ഫുള്ള് മരത്തിന്റെ ആണ്. ഇരുളിലാണ് ഇതിന്റെ എല്ലാം പണി കഴിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. സിമ്പിൾ വർക്കാണ്. ഇനി നമുക്ക് അകത്തോട്ടൊന്ന് പോയിട്ട് നോക്കാം. അകത്തോട്ട് നമ്മൾ ഹാളിലോട്ട് വരുമ്പോൾ ഹാള് നല്ല സൗകര്യമുള്ള അത്യാവശ്യം വലിയ ഹാള് തന്നെയാണ്. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഹാളിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ ഈ വീടിന് മൊത്തം 2 ബെഡ്റൂമാണ് വരുന്നത്. ഒരു റൂം ആ ഭാഗത്ത്, 2ാമത്തെ റൂം ഈ ഭാഗത്തൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഹാളിന്റെ നിലം കണ്ടല്ലോ, വൈറ്റ് കളറിലുള്ള ടൈലാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് റൂമുകൾ ഓരോന്നായിട്ട് കാണാം കേട്ടോ. ഇങ്ങോട്ട് പോകാം. നമുക്ക് ആദ്യത്തെ റൂം ഈ സൈഡിലാണുള്ളത്. അപ്പൊ ഈ റൂം ഒന്ന് കാണാൻ. ഇനി നല്ല സൗകര്യമുള്ള റൂം തന്നെയാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. റൂമിന് റാക്കെല്ലാം ഉണ്ട്. തുണിയ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനൊക്കെ ഉള്ള റാക്കെല്ലാം ഉണ്ട്. അതുപോലെ നമുക്ക് വൈറ്റ് കളറിലുള്ള ടൈൽ, ഹാളിത്തെ അതേ കളർ ടൈൽ തന്നെയാണ് ഈ റൂമിൽ ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ ആ സൈഡിലോട്ട് 2 കള്ളി ജനലെല്ലാം ഉണ്ട്. ഇനി നമ്മള് ഇങ്ങോട്ട് വരാന്നുണ്ടെങ്കിൽ അടുത്ത നമ്മൾ ഹാളിൽ നിന്ന് ഈ ഭാഗത്തോട്ട് ഇങ്ങോട്ട് വരാനുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മളെ ഡൈനിങ് ഏരിയ വരുന്നത് കേട്ടോ. ഡൈനിങ് ഏരിയ ആണെങ്കിലും അത്യാവശ്യം ഒരു 4-5 ആൾക്ക് ഇരുന്ന് കഴിക്കാൻ സൗകര്യത്തിനുള്ള ഒരു മേശ ഇടാൻ പറ്റുന്ന അത്രയും സ്പേസിലുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ്. ഇവിടെ റാക്കെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിൽ ഷെൽഫ് ഉണ്ട്. ഗ്ലാസും പാത്രമൊക്കെ വെക്കാനുള്ള ഷെൽഫ് ഉണ്ട്. ഒരു വാഷിംഗ് ഏരിയ എല്ലാം ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇങ്ങോട്ട് വരാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വലിയ ബെഡ്റൂമാണ്. ഇത് 2ാമത്തെ റൂമാണ്. അത്യാവശ്യം വലിയ റൂം തന്നെയാണ് കേട്ടോ. നല്ല സ്പേസ് ഉണ്ട്. ഈ ഭാഗത്തോട്ട് 2 കള്ളി ജനലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നിലമൊക്കെ ഫുള്ള് വൈറ്റ് കളറിൽ എല്ലായിടത്തും ഒരേ കളർ ടൈലാണ് ഇട്ടിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള വലിയ റൂമാണ്. ഈ സൈഡിലോട്ട് ഒരു 3 കള്ളി ജനലുണ്ട് കേട്ടോ ഇങ്ങോട്ട്. പിന്നെ റൂഫ് ഒന്നും എവിടെയും ഒരു കുഴപ്പമൊന്നുമില്ല. ഫുള്ള് നീറ്റ് ആയിട്ടുള്ള റൂഫും കാര്യങ്ങളൊക്കെയാണ്. ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഈ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം വരുന്നുണ്ട്. ഇങ്ങോട്ട് വരാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാഷിംഗ് ഏരിയ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ റൂമിന് കേട്ടോ. പിന്നെ ഇവിടെ സ്റ്റോറേജ് സ്പേസ് എല്ലാം, ഇവിടെ ഫാബ്രിക്കേഷന്റെ വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ വാഷിംഗ് ഏരിയ എല്ലാം സെറ്റ് ചെയ്തതിന്റെ ഇവിടെ എല്ലാം ഫുള്ള് ഭിത്തിയിലെല്ലാം ഫുള്ള് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്.
ഇനി നമ്മൾ ഇങ്ങോട്ട് വരാന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ടോയ്ലറ്റ് എല്ലാം വരുന്നത്. ബാത്റൂം ആൻഡ് ടോയ്ലറ്റ് ആയിട്ടുള്ള ബാത്റൂമിന്റെ ഒക്കെ ടൈല് നല്ല കളർ ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയ ബാത്റൂം തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇനി ഇങ്ങോട്ട് വരാണ്ട് ഇനിയിപ്പോ നിങ്ങൾ ഈ വീട് എടുത്തു കഴിഞ്ഞാൽ പിള്ളേരൊക്കെ സ്കൂളിലോട്ട് പറഞ്ഞു വിടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1.5 കിലോമീറ്ററിൽ ഇക്വാൽ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അതുപോലെ 1 കിലോമീറ്ററിന്റെ ഉള്ളിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട്. പിന്നെ നമ്മൾ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരാന്നുണ്ടെങ്കിൽ ഇവിടെയാണ് അടുക്കള വരുന്നത് കേട്ടോ. അടുക്കളയാണെങ്കിൽ നല്ല സൗകര്യമുള്ള വലിയ അടുക്കള തന്നെയാണ്. നല്ല നീറ്റ് ആയിട്ടുള്ള അടുക്കള തന്നെയാണ്. ടൈലൊക്കെ വേറെ കളർ ടൈലാണ് അടുക്കളേന്റെ ഈ പാത്രത്തിലൊക്കെ ഇട്ടിട്ടുള്ളത്. പാത്രം എല്ലാം കഴുകാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഗ്യാസ് സ്റ്റവ് എല്ലാം വെക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള പാചകം എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഫാബ്രിക്കേഷന്റെ വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സൈഡ് വഴിയെല്ലാം ഫുള്ള് ഫാബ്രിക്കേഷന്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉണ്ട് അതുപോലെ ഫാബ്രിക്കേഷന്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ്, പൊടികളോ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ള സ്പേസ് ഇവിടെയും ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സൈഡിലോട്ട് ഒരു 2 കള്ളി ജനൽ ഇങ്ങോട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇങ്ങോട്ട് വരാന്നുണ്ടെങ്കിൽ അടുക്കളയിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോൾ ഇവിടെയാണ് ചെറിയൊരു വർക്ക് ഏരിയ ആയിട്ടുള്ളത്. വർക്ക് ഏരിയ തന്നെ നമുക്കൊരു കോമൺ ബാത്റൂമും കൂടി ഉണ്ട്. ബാത്റൂം ആണെങ്കിലും സൗകര്യമുള്ള നല്ല സൗകര്യമുള്ള ബാത്റൂം തന്നെയാണ്. വേറെ കളർ ടൈലാണ് ഇട്ടിട്ടുള്ളത്. അത്യാവശ്യം നല്ല ചെറിയൊരു ഫാമിലിക്ക് നല്ല സുഖമായിട്ട് താമസിക്കാൻ പറ്റിയ നല്ല ഒതുങ്ങിയൊരു ഭാഗത്തെ വീടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് പുറത്തോട്ടുള്ള ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ അയൽവാസികളായിട്ട് ഇങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. ചുറ്റുപാട് വീടുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീടിന്റെ അകത്തുനിന്നുള്ള സൗകര്യങ്ങൾ ഇത്രയൊക്കെയാട്ടോ. പിന്നെ നമുക്ക് ഇവിടെ അടുത്ത് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത 1.5 കിലോമീറ്ററിന്റെ ഉള്ളിൽ നമുക്ക് മൻസൂർ ഹോസ്പിറ്റൽ ഉണ്ട്. അതുപോലെ സൺറൈസ് ഹോസ്പിറ്റൽ ഉണ്ട്. പിന്നെ ഒരു 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ നമ്മൾ കാഞ്ഞങ്ങാടുള്ള ജില്ലാ ആശുപത്രി നമുക്ക് 5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പൊ അത്യാവശ്യം വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ഒരു പ്ലോട്ടിന്റെ അടുത്ത് തന്നെ. പിന്നെ നമുക്ക് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാഞ്ഞങ്ങാടാണുള്ളത്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളെ ഈ ഒരു വീടിന്റെ സ്ഥലത്തിന്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽ എന്ന് പറഞ്ഞാല്. അപ്പൊ അങ്ങനെ നമ്മളെ സ്ഥലം കാര്യങ്ങളൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. സ്ഥലം വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലെ മൻസൂർ ഹോസ്പിറ്റൽ, കാഞ്ഞങ്ങാടുള്ള മൻസൂർ ഹോസ്പിറ്റലിന്റെ അടുത്തുനിന്ന് ഒരു 1.5 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു സ്ഥലത്തിന് ഇതിന്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം 25 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഓണറുടെ നമ്പറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതിലൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യട്ടെ. നിങ്ങളുടെ അറിവിൽ ഇതേപോലെ ഈ ഒരു ഏരിയയിലൊക്കെ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിൻ്റെ ശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.